ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിലൊരു അപ്ഡേറ്റ് വരുമെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോസ് എന്നാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ പേര്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ്, അതുപോലെ എന്തിനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇത് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കമൻറ്റ് എന്നതിൽ പോകുമ്പോൾ നമുക്കിവിടെ റീസെൻ്റായി വന്നിരിക്കുന്ന കമൻറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കമൻറ്റ്സ് അതെല്ലാം ഇവിടെ ഫിൽട്ടർ ചെയ്യാം. അതുപോലെ കണ്ടെയ്ൻസ് ക്വസ്റ്റ്യൻ, അതുപോലെ ഫ്രം സൂപ്പർ താങ്ക്സ്, പബ്ലിക് സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ ഓരോ ടാബ് യൂസ് ചെയ്തെല്ലാം നമുക്ക് കമൻ്റ് എല്ലാം ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിൽ കമൻറ്റിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ കണ്ടന്റ് എന്നതിൽ പോവുകയാണ്. ഇത്തരത്തിൽ നമ്മൾ കണ്ടന്റ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ഇപ്രകാരം ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ പെൻസിൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ അവസാനത്തെ ഓപ്ഷൻ മോർ ഓപ്ഷൻസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇപ്രകാരം ഈ മോർ ഓപ്ഷൻസ് എന്നതിൽ പോയതിനു ശേഷം നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കമൻറ്റ്സ് ഓൺ എന്ന് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പുതുതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതായത് പോസ് എന്ന ഒരു പുതിയ ഫീച്ചറാണ് ഇപ്പോൾ ഇവിടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോയിലേക്ക് താൽക്കാലികമായി നിങ്ങൾക്ക് കമൻറ്റ്സ് ഒന്നും വരേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ യൂട്യൂബ് തരുന്നത്. നമുക്ക് കമൻറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യുകയല്ലാതെ ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് താൽക്കാലികമായി നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം പോസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് വരുന്ന കമൻറ്റ്സ് ഇത് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് മറ്റു കുറച്ച് ഓപ്ഷൻസ് കൂടി ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് കമൻറ്റ് മോഡറേഷൻ, ഇവിടെ നമ്മൾ ബേസിക് എന്നാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ എന്നതാണ്. അപ്പോൾ ഡോണ്ട് ഹോൾഡ് എനി കമൻറ്റ്സ്, നമുക്ക് വരുന്ന എല്ലാ കമൻറ്റ്സും ഇവിടെ കാണിക്കുമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബേസിക് എന്നതിൽ പോവുകയാണെങ്കിൽ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയ കുറച്ച് കമൻറ്റ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യും. അതുപോലെ ബാക്കിയുള്ള കമൻറ്റ്സ് എല്ലാമാണ് ഇത്തരത്തിൽ ഈ ബേസിക് എന്നതിൽ നമ്മൾ സെലക്ട് ചെയ്താൽ കിട്ടുക. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് എന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിക്റ്റ് എന്നത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ബാഡ് കമൻ്റ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായ കമൻറ്റ്സ് എല്ലാം വരുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ് ആയി സെലക്ട് ആവുകയും ഇത് സ്പാം ആയി സെലക്ട് ആവുകയും ചെയ്യും. ഇനി നമുക്കിവിടെ അവസാനമായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോൾഡ് ഓൾ എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ഹോൾഡ് ഓൾ കമൻറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ കമൻറ്റ്സും ഹോൾഡ് ചെയ്യും. അതായത് ഒരു കമൻറ്റ്സും നമുക്ക് വരില്ല. അത്തരത്തിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. എന്നാൽ ഈ ഓപ്ഷൻ എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ബേസിക് എന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഈ ഒരു ഫീച്ചർ പോസ് എന്നത് നമുക്ക് താൽക്കാലികമായി നമ്മുടെ വീഡിയോയിലേക്ക് വരുന്ന കമൻറ്റ്സ് എല്ലാം പോസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ യൂട്യൂബ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.